ഹായ് ഓൾ, നമുക്കിന്നൊരു ചക്കയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. സാധാരണ ചക്കയപ്പം വാഴയിലയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. ഞങ്ങളുടെ നാട്ടിലോട്ട് ഇത് വയന ഇലയിലാണ് ഉണ്ടാക്കുന്നത്. കുമ്പിളിൻ്റെ ഷേപ്പൊക്കെ ആക്കി ഉണ്ടാക്കുന്നത് കാരണം ഞങ്ങൾ ഇതിനെ കുമ്പിളപ്പം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചക്കയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് ചക്ക ചെറുതായി അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ബാക്കി മിക്സിയിലിട്ട് അരിച്ച് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലാക്കി നന്നായിട്ട് വഴറ്റുമ്പോൾ തന്നെ ചക്കയുടെ മധുരത്തിന് അനുസരിച്ച് ആവശ്യമുള്ള ശർക്കര ചേർക്കുക. ശർക്കര പാനിയാക്കിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ശർക്കരയും ചക്കയും ഒക്കെ മിക്സ് ആവുന്നത് പോലെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ചുക്ക് പൊടിയും കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നെയ്യൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. വഴറ്റി വെച്ച ചക്കയിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർക്കുക. ചിലർ അരിപ്പൊടി മാത്രം ചേർത്തിട്ടാണ് ചക്കയപ്പം ഉണ്ടാക്കുന്നത്. അരിപ്പൊടി എടുത്ത ആ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഗോതമ്പ് പൊടിയും കൂടെ ഇടുകയാണെങ്കിൽ അപ്പം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം തേങ്ങ ചിരകിയത് ചേർത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ച് എടുത്തതിന് ശേഷം കുറച്ച് നെയ്യിട്ട് ചെറുതായിട്ടൊന്ന് കുഴയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചക്കയുടെ പീസ് കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊരു അപ്പത്തിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ട്രീസക്കുട്ടി ഇവിടെ വയനയിലയൊക്കെ നമുക്ക് വൃത്തിയാക്കി തരുന്നുണ്ട്. കുഴച്ച് വെച്ച അപ്പത്തിൻ്റെ മാവ് വയനയിലയിലേക്ക് മാറ്റുക. കുറച്ച് ഇല ഞാൻ കുമ്പിളിൻ്റെ ഷേപ്പിലാക്കി അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി സാധാ പോലെ മടക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എളുപ്പപരിപാടിയാണ്. അതിനുശേഷം അതൊരു ആവി കയറുന്ന ഒരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് ആവി കയറ്റി വേവിച്ച് എടുക്കുക. നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്